ഒരു മലയാളം അധ്യാപകനുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയാണത്. മുൻഷി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നക്ഷത്രം പറഞ്ഞു. ഇതായിരിക്കില്ല കേട്ടോ, നിന്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അപ്പം മുൻഷി അമ്മയെ വിളിച്ചു എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊരു വാർത്തയാണ്. അതൊരു സംഭവമായിട്ട് മാറി. ഒരു ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ വെള്ളം കുടിക്കും. അതോടൊപ്പം അവരുടെ ഡീഹൈഡ്രേഷൻ കുറക്കാനും സാധിക്കും. അവരെ ഒരു എമൗണ്ട് അടിക്കണം ആദ്യം, എന്നിട്ട് അവർ ഓരോ ടൈം അവർക്ക് ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യും, NFC കാർഡ്. സാറിനോട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങയുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അതോടൊപ്പം അന്നത്തെ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അങ്ങ് എങ്ങനെയാണ് മറികടന്നത്? സർ, പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോൾ അക്ഷോഭ്യമായി അതിനെ നേരിടുന്ന അങ്ങയുടെ സമചിത്തതയെ എല്ലാവരും പ്രത്യേകം നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറ അതുകൊണ്ട് അങ്ങയെ ഒരു റോൾ മോഡലായി തന്നെ ആ വിഷയത്തിൽ കണ്ടുകൊണ്ടാണ് അവരുടെ ആശങ്ക. ഒരു വിശദമായ ഉത്തരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര വിശദമായി പോയാൽ അത് വളരെ കൂടുതലായി പോകും. നിയമപരമായി ബാലവേല നിരോധിച്ച ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കാണണം. എന്നാൽ ചെറിയ പ്രായത്തിൽ കുട്ടികൾ നിങ്ങൾ ഈ കാണിച്ചതുപോലെയല്ല, മറ്റു തരത്തിലുള്ള ചില പരിപാടികൾ നടത്താറുണ്ടല്ലോ പണ്ടേ. ഇപ്പോൾ ഒരു ചെറിയ ഷെഡ് പോലെ ഒന്ന് കെട്ടി ചെറിയൊരു വ്യാപാരം അവിടെ നടത്തുന്ന കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഞങ്ങളെയൊക്കെ തലമുറയിലും അതിനുശേഷവും കേട്ടിട്ടുണ്ട്. നമസ്കാരം സർ, ഞാൻ ഇത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു മൂന്നാം കണ്ണ്, തേർഡ് ആയി കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ഓഫീസ് ബിൽഡിങ്സിനുള്ളിൽ ഇൻഡോർസിൽ GPS വർക്ക് ചെയ്യില്ല, പക്ഷേ ഇത് നോക്കൂ. അപ്പോൾ ലിഫ്റ്റ്, സ്റ്റെപ്സ് എല്ലാം ഈ ആപ്പ് കാണിച്ചു കൊടുക്കും. തടസ്സം ഡിറ്റക്ഷൻ, അപ്പോൾ റിയൽ ടൈം ആയിട്ട് തടസ്സമെല്ലാം ഡിറ്റക്റ്റ് ചെയ്തിട്ട് കാഴ്ചയില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആരുടെയും സഹായം വേണ്ട. താങ്ക് യു സർ. ബയോ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സിലൂടെ ആദ്യം ചെറുതായിട്ടൊന്ന് കടന്നു പോകാം. നമുക്ക് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ബയോ വേസ്റ്റ് ഈ ഒരു കളക്ടറിലിടുന്ന സമയത്ത് ഈ ഒരു കൺവെയർ സിസ്റ്റം വഴി ഈ ഒരു മെഷീനിലേക്ക് ഡിപ്പാവും. ഈ മെഷീൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്രൈൻഡ് ചെയ്യുന്നതാണ്. ആ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു വാട്ടർ ടാങ്കാണ് യൂസ് ചെയ്യുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വാട്ടർ ടാങ്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് ആ വരുന്ന സ്ലറി ഈ പൈപ്പിലൂടെ പോയിട്ട് ഈ ഒരു ടാങ്കിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഈ ടാങ്കിൽ കിടന്നിട്ട് 45 ഡേയ്സിന് ശേഷം ഫെർട്ടിലൈസറായിട്ട് മാറും. ആ ഫെർട്ടിലൈസർ കുറച്ച് വെറ്റായിരിക്കും. ആ വെറ്റായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ ഈ ഒരു ബയോ വേസ്റ്റ് ഡ്രയറോട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഈ 45 ദിവസത്തിനുള്ളിൽ ഇതിൽ നമുക്ക് ബയോഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. ആ ബയോഗ്യാസ് ഫോർമേഷൻ്റെ പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ഇതിലുണ്ടാകുന്ന ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്, ആദ്യം ഈ ബയോഗ്യാസിനെ കംപ്രസ് ചെയ്തിട്ട് ഈ ഒരു മീഥേൻ ലിക്വിഫാക്ഷനിലൂടെ പാസ് ചെയ്യും. പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്യാസായിട്ട് വരുന്നത് നമുക്ക് ലിക്വിഡായിട്ട് കിട്ടും. ഗ്യാസായിട്ട് വരുന്ന ലിക്വിഡായിട്ട് മാറും. ആ ലിക്വിഡ് നമുക്ക് ഈ ഒരു LNG ടാങ്കിലേക്കാണ് സ്റ്റോർ ചെയ്യുക. ഈ LNG ടാങ്ക് ഇതിനെ കംപ്രസ് ചെയ്തിട്ട് നമുക്ക് വീടുകളിലേക്ക് പാസ് ചെയ്യുന്ന പോലെയുള്ള പൈപ്പ് ലൈനാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ സർ 3 ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴി പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സിലിണ്ടേഴ്സിലാക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. മൂന്നാമത്തെന്ന് പറയുന്നത് CNG വെഹിക്കിൾസുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സർ. സോ ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ബേസിക്കലി ഫിസിക്കൽ ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്, ലൈക്ക് ഷെയ്ക്കാൻ വരും, ഡാൻസ് ചെയ്യും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മളോട് മനുഷ്യർ സംസാരിക്കുന്നതോടെ തന്നെ നമുക്ക് ഇതിനോട് 36 ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, അതുപോലത്തെ കസ്റ്റം ലാംഗ്വേജസ് ഒക്കെ ട്രെയിൻഡ് ആണ്. സോ എന്ത് സംസാരിക്കാം, ഒരു കൈൻഡ് ഓഫ് എ ഹ്യൂമനോയിഡ് ഫ്രണ്ട് പോലെ ആക്ട് ചെയ്യും. പിന്നെ ടാസ്ക് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഹെൽത്ത് കെയർ ഫീച്ചേഴ്സ് ഉണ്ട്. ഷെയ്ക്കാൻ്റെ ഒക്കെ തരുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ അതൊക്കെ സെൻസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമൊക്കെ ചെയ്യുന്നൊരു. സർ, ഇതൊരു ഫാമിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്ന AI റോബോട്ടാണ്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാടത്തേക്ക് വരുന്ന മൃഗങ്ങളുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന ഹീറ്റ് വെച്ചിട്ട് അവരെ സെൻസ് ചെയ്യും. അതുപോലെ നോർമൽ CCTV ഫുട്ടേജസ് പോലുള്ള ഫുട്ടേജസ് വെച്ച് അവർ സെൻസ് ചെയ്ത് അവരെ, നമ്മൾ ഈ AI ക്യാമറാസ് റോഡിൽ നിയമം തെറ്റിക്കുന്നവരെ കണ്ടുപിടിക്കുന്നത് പോലെ മൃഗങ്ങളെ ക്ലാസിഫൈ ചെയ്ത് AI ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്ത് അവർക്കുള്ള പ്രിക്കോഷൻസ് എടുക്കും. ഈ ആന, പന്നി, മാൻ അങ്ങനെയുള്ള ഓരോ ആനിമൽസിനും ഒരു പ്രിക്കോഷൻസ് എടുക്കും സർ. ഇപ്പോൾ ഈ പന്നി, മാനൊക്കെ ആണെങ്കിൽ ലൈറ്റ് സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കും. ആന പോലെ വലിയ അപകടകാരികളാണെങ്കിൽ ഹ്യൂമൻസിന് നമുക്ക് മെസ്സേജ് വഴി അലേർട്ട് തരും സർ. സാർ നമസ്കാരം, എൻ്റെ പേര് നിവേദ്യ. ഞങ്ങൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്ക് വാഹനങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ആക്സിഡൻറ്റിൻ്റെ കാരണങ്ങളും ഒന്നുകിൽ ഡ്രൈവർ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചതാവാം, അല്ലെങ്കിൽ അറിയാതെ ഉറങ്ങിപ്പോയതാവാം. അപ്പോൾ അതിനെ ആ ഒരു തരത്തിൽ ഇനി ആരുടെയും ജീവൻ നഷ്ടപ്പെടരുത് എന്നൊരു രീതിയിലാണ് ഞങ്ങളിത് വികസിപ്പിച്ചിരിക്കുന്നത്. അതായത് ഡ്രൈവർ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സിസ്റ്റം ചെക്ക് ചെയ്യും.
അവർ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. അഥവാ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് നിയമപരമായും തെറ്റാണല്ലോ. ആ സമയത്ത് അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനും മെസ്സേജ് പോകും. അതാണ് ഇതിൽ നടക്കുന്നത്. പിന്നെ ഉറക്കം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. സാറിൻ്റെ മുഖം മുഴുവൻ അത് എടുത്തത് കണ്ടോ? അതായത് ഇപ്പോൾ നമ്മുടെ മിക്ക വണ്ടികളിലും ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ട്, ഉറക്കം. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ കുഞ്ഞു കണ്ണുള്ളവരെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ മുഴുവൻ ഫേസും എടുത്തിരിക്കുന്നത്. അതായത് ഡ്രൈവർ തുടർച്ചയായിട്ട് ആദ്യത്തെ തവണ 2 സെക്കൻഡ് കണ്ണടഞ്ഞു പൊക്കഴിഞ്ഞാൽ ഡ്രൈവറിന് മാത്രം കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു അലാറം കേൾക്കും. എന്നിട്ട് മിക്ക ഡ്രൈവറും അതോടുകൂടി അവർ സേഫായിട്ട് പൊയ്ക്കോളും. അഥവാ അവർ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാണ്, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് 2 സെക്കൻഡ് കണ്ണടഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പാക്കാമല്ലോ അവർ നല്ല ഉറക്കം വന്നിരിക്കുകയാണ്, അപ്പോൾ ഇനി ഡ്രൈവ് ചെയ്യുന്നത് സേഫ് അല്ല. ആ സമയത്ത് ഈ വണ്ടിയിൽ നിന്ന് കുറച്ചധികം പുറത്തേക്ക് പോകുന്ന രീതിയിൽ സൗണ്ട് കേൾക്കും. അതായത് തൊട്ടടുത്തുള്ള വാഹനങ്ങൾക്കും കൂടി കേൾക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ അവർക്കും കൂടി ഒന്ന് അലേർട്ടായിരിക്കുമല്ലോ. എന്നിട്ട് നമ്മളിതിലൊരു ഹസാർഡ് ലൈറ്റും വയ്ക്കും. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് ആ ലൈറ്റ് വഴി കാണുകയും ചെയ്യാം. എന്നിട്ട് 2ാമത്തെ വട്ടം ഉറങ്ങുമ്പോൾ അവരുടെ ഫാമിലിക്ക് മെസ്സേജ് പോകും. ചിലപ്പോൾ അതെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാവാമല്ലോ. അതാണ് ഐഡിയ. താങ്ക് യു. സർ, നമുക്കറിയാം കേരളത്തിൻ്റെ പല ഏരിയാസിലും ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഫ്ലഡ് പോലുള്ള ഡിസാസ്റ്റേഴ്സ് പീരിയോഡിക്കലി ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഉള്ള ചൂരൽമലയിലുണ്ടായ മണ്ണിടിച്ചിലാണെങ്കിലും ഉണ്ടായ ഒരു രക്ഷാപ്രവർത്തനത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മണ്ണിനടിയിൽ പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ മൃഗമാണോ എന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഓൾറെഡി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പലതരത്തിലും ടൈം ലാഗ് നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ അനുഭവപ്പെടാറുണ്ട്. അപ്പം ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത സെൻസറിൻ്റെ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ അത് ഈ ഒരു ഏരിയ മൊത്തം ഈ ഒരു ഡ്രോണിൻ്റെ സഹായത്തോടു കൂടി ഈ സെൻസറിനെ ക്യാരി ചെയ്തുകൊണ്ട് പോവുകയും ആ ഏരിയ മൊത്തം സ്കാൻ ചെയ്യുകയും ചെയ്യും. സ്കാൻ ചെയ്തതിന് ശേഷം അത് മണ്ണിനടിയിൽ ഏകദേശം 30 മീറ്ററോളം ഉള്ള സ്ഥലങ്ങളിൽ അത് മനുഷ്യനാണോ അതോ മൃഗമാണോ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ കഴിയും. അതിൻ്റെ അലേർട്ട് വിത്ത് ലൊക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും റെസ്ക്യൂവേഴ്സിൻ്റെ മൊബൈൽ ഫോൺസിലോട്ട് തന്നെ അത് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും. അത് മനുഷ്യനിപ്പോൾ ലിവിങ് ആണോ അതോ നോൺ ലിവിങ് ആണോ എന്ന് നമുക്കറിയാൻ കഴിയും. നമസ്കാരം സർ. നമ്മൾ ശരിക്കും ഈ കൗമാരക്കാരായ കുട്ടികളുടെ മാനസികാരോഗ്യം സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഡിവൈസാണ്, ഒരു സ്മാർട്ട് വാച്ചും ഒരു ആപ്പുമാണ്. ആപ്പ് നമ്മുടെ ചോദ്യങ്ങളിലൂടെ നമ്മുടെ ആരോഗ്യം മനസ്സിലാക്കി അതനുസരിച്ച് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി തരും. മാത്രമല്ല ഈ സ്മാർട്ട് വാച്ച് നമുക്ക് സ്കൂളിൽ ധരിക്കാൻ പറ്റുന്ന വാച്ചാണ്, നമുക്ക് സുരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഈ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബസ്സുകളിലൊക്കെ ഉണ്ടാകുന്ന ഓവർലോഡിങ്ങിനെ തടയാനുള്ളൊരു സിസ്റ്റമാണ്. ഇപ്പോൾ ഈ ഒരു ബസ്സിൽ നമ്മൾ സ്റ്റെപ്പിൽ 2 അയാർ വെച്ചിട്ട് ആൾക്കാർ കയറുന്നത് മനസ്സിലാക്കി മാക്സിമം ആൾക്കാർ കയറി എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ബസ്സറും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതെ, ഡോർ അടയുക മാത്രമല്ല വണ്ടി ഓഫ് ആവും. സർ, ഇത് സ്കൂൾ കുട്ടികൾക്കിടയിലെ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനുള്ള ഒരു ഇതാണ്. അതായത് അവരുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് അവർക്ക് കമ്പൽസറി ആയിട്ട് വാങ്ങിയിട്ട് അവരെത്രത്തോളം വെള്ളം കുടിക്കുന്നു അതിനനുസരിച്ച് അവർക്ക് തന്നെ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ വെള്ളം കുടിക്കരുത്. അതോടൊപ്പം അവരുടെ ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനും സാധിക്കും. അവരെ ഒരു എമൗണ്ട് അടിക്കണം ആദ്യം. എന്നിട്ട് അവർ ഓരോ ടൈം ഇവർക്ക് ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യും, NFC കാർഡ്. എന്നിട്ട് അവർ വെള്ളം കുടിക്കണമെങ്കിൽ ഇങ്ങനെ ഡിസ്പെൻസറിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് അവർ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഹൈഡ്രോ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇതായിട്ട് സേവ് ചെയ്യുക. അത് കുറയുന്നതിനനുസരിച്ച് അവരടിച്ച എമൗണ്ട് അവർക്ക് ഇങ്ങനെ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഇതെന്ന് പറയുന്നത് കൂൺ കൃഷിക്ക് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന വൈക്കോലിൽ നിന്ന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഈസി ആൻഡ് ചീപ്പായിട്ട് ലഭിക്കുന്ന തീറ്റപ്പൂലിയിൽ നിന്ന് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റായിരുന്നു ഞങ്ങളുടെ ഐഡിയ. ഇതാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. നമസ്കാരം സാർ. ഇത് കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന ഒരു പ്രോട്ടോടൈപ്പാണ്. ഇത് ഒരു ചെടിച്ചട്ടിയുടെ ചുറ്റളവിൽ ഇതുപോലൊരു സിലിണ്ടർ കമ്പിവലയും നമുക്ക് വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയുടെ ചുറ്റളവിൽ ഇത്രയും ചെടികൾ നമുക്ക് നടാൻ പറ്റും. വന്യജീവി ശല്യത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഇങ്ങനത്തെ ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അർത്ഥത്തിലും നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാന തെളിവായിട്ടാണ് നിൽക്കുന്നത്. ചെറു പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നാടിൻ്റെ ആവശ്യകതക്കനുസരിച്ചുള്ള ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി എന്നതാണ് ആദ്യത്തെ പ്രാധാന്യം. ആ ആശയങ്ങൾക്ക് രൂപം കൊടുക്കാൻ ഈ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ സാധിച്ചിരിക്കുന്നു എന്നതാണ് നിങ്ങളിവിടെ പ്രദർശിപ്പിച്ച ഓരോ കാര്യത്തിൻ്റെയും പ്രത്യേകത. അപ്പോൾ നാടിൻ്റെ ഭാവിയെക്കുറിച്ച്
ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ ഗൗരവത്തോടെ കാണുന്നു. അതിൻ്റെ ഭാഗമായി കൃഷിക്കാർ നേരിടുന്ന പ്രശ്നം, നമ്മുടെ യാത്രയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വീടുകളിൽ കഴിയുന്നവർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മനസ്സ് വ്യാപരിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഊർജം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം, അതോടൊപ്പം തന്നെ മനസ്സിലുള്ള നൂതന ആശയങ്ങൾ, അതെല്ലാം നമ്മുടെ ഭാവി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റാനാണ് നാം തയ്യാറെടുക്കുന്നത്. അതിനുള്ള വലിയ പിന്തുണ യഥാർത്ഥത്തിലുള്ള ഇന്ധനമായി മാറുന്നു എന്നതാണ് വസ്തുത. നമ്മൾ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്, പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ആ വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും മുന്നിൽ തളർന്ന് പകച്ച് ഇരിക്കുകയല്ല, എങ്ങനെ അതിനെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാകും, ഇതാണ് നിങ്ങളുടെ ഈ പരിശ്രമത്തിന് പിന്നിലുള്ള യഥാർത്ഥ വികാരം. അപ്പോൾ നിങ്ങൾ ഭാവി കേരളത്തിൻ്റെ, നാം പറയുന്ന നവകേരളത്തിൻ്റെ സൃഷ്ടിക്കുതകുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾ വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ കഴിയുന്നവരാണ്. നിങ്ങളിലൂടെ ഇനിയും അനേകായിരങ്ങൾ ഇത്തരം പദ്ധതികളുമായി, ആശയങ്ങളുമായി മുന്നോട്ട് വരും. അതിനെല്ലാം രൂപം കൊടുക്കുന്നതിന് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം സഹായിക്കും. വലിയ മാറ്റം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വരുന്നു എന്നതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ഇതിന് ഫലപ്രദമായി നേതൃത്വം കൊടുത്തതും ഇത് നടപ്പാക്കുന്നതിനുള്ള മുൻകൈയെടുത്തതും KDISC-ആണ്. അത് നല്ല രീതിയിൽ പ്രാവർത്തികമാകുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇനിയും ഇതുപോലുള്ള ആശയങ്ങൾ ഉയർന്നു വരട്ടെ. നിങ്ങൾ കാണിച്ച ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് അനേകായിരങ്ങൾ നിങ്ങളുടെ പിൻഗാമികളായി വരട്ടെ. അത് ഇതുപോലുള്ള അത്യന്തം പ്രാധാന്യമുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് സഹായകമായി മാറും എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ശോഭനമായ ഭാവി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ പേര് ദേവനന്ദ. ഞാൻ മൗണ്ട് കാർമൽ HSS കോട്ടയത്തു നിന്ന് വരുന്നു. എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ പേര് പാർവതി, അഞ്ജലി. ഞങ്ങൾ YIP 7.0 വിന്നേഴ്സാണ്. ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സേഫ് സ്ലോപ്പ് എന്നാണ്. മണ്ണിടിച്ച സാധ്യത നേരത്തെ തിരിച്ചറിഞ്ഞ് അവിടെയുള്ള ജനങ്ങളെ നേരത്തെ തന്നെ മാറ്റി പാർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഞങ്ങളുടേത്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഡൗട്ട് ഇതാണ്. 18 വയസ്സിന് താഴെയുള്ള നിരവധി ഇന്നോവേറ്റേഴ്സിന് നിയമപരമായി സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്യാനും അതുപോലെ ഗ്രാൻറ്റുകൾ ലഭിക്കുവാനും സാധിക്കുന്നില്ല. ഐഡിയേഷൻ കടന്ന് മുന്നോട്ട് പോകാൻ 18 വയസ്സിന് താഴെയുള്ള ഇന്നോവേറ്റേഴ്സിനെ പിന്തുണയ്ക്കുന്നതിനായി പ്രത്യേകമായൊരു സംവിധാനം സർക്കാരിന് പരിഗണിക്കാനാകുമോ? നിയമപരമായി ബാലവേല നിരോധിച്ച ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ കാണണം. എന്നാൽ ചെറിയ പ്രായത്തിൽ കുട്ടികൾ നിങ്ങൾ ഈ കാണിച്ചതുപോലെയല്ല, മറ്റു തരത്തിലുള്ള ചില പരിപാടികൾ നടത്താറുണ്ടല്ലോ പണ്ടേ. ഇപ്പോൾ ഒരു ചെറിയ ഷെഡ് പോലെ ഒന്ന് കെട്ടി ചെറിയൊരു വ്യാപാരം അവിടെ നടത്തുന്ന കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഞങ്ങളെയൊക്കെ തലമുറയിലും അതിനുശേഷവും കണ്ടിട്ടുണ്ട്. അതൊരു ബാലവേലയായിട്ടല്ല, അവരുടെ ഒരു മുൻകൈയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ മുൻകൈയുടെ ഭാഗമായി നിങ്ങളുടെ ആശയത്തിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ഏതെല്ലാം തരത്തിൽ പ്രോത്സാഹിപ്പിക്കാനാവും എന്നത് ഗൗരവമായി സംസ്ഥാനം പരിഗണിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി ആ കണ്ടുപിടുത്തം കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സമൂഹത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ മാറ്റുന്നതിനും എങ്ങനെ സാധിക്കുമെന്നതാണ് അതിലൂടെ പരിശോധിക്കാവുന്നത്. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ നാട്ടിലും രാജ്യത്തിലും വലിയ തോതിൽ വ്യാപകമാക്കാൻ സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നമ്മുടെ മാൻഹോൾ വൃത്തിയാക്കുന്ന ഒരു പരിപാടി
സ്റ്റുഡൻസ് ആയിരുന്നു, ഒരു കൂട്ടം സ്റ്റുഡൻസാണ് ആദ്യം അത് പരിപാടി തയ്യാറാക്കിയത്. നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അതിനാവശ്യമായ പിന്തുണ കൊടുത്തു. ഇന്നത് രാജ്യമാകെ അംഗീകരിച്ചിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. എല്ലാവരും അത് പ്രാവർത്തികമാക്കാൻ, പല സംസ്ഥാനങ്ങളും അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള അവസരങ്ങൾ പിന്നീട് വരും. ഏതായാലും ഈ നിങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് സംസ്ഥാനം ഗൗരവമായി പരിഗണിക്കും. ഹലോ, നമസ്കാരം സർ. എൻ്റെ പേര് നിശാന്ത് കിരൺ. ഞാനും എൻ്റെ സുഹൃത്തുക്കൾ നീരജും നിദാലും ഞങ്ങൾ ഗ്രാഫൻ ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടേഴ്സാണ്. അതുപോലെ YIP 6.0 വിന്നേഴ്സാണ്. ഞങ്ങളൊരു ഓട്ടോമാറ്റിക് സോളാർ പാനൽ ക്ലീനിങ് മെഷീനാണ് ഉണ്ടാക്കുന്നത്. സാറിനോട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങയുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അതോടൊപ്പം അന്നത്തെ ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും അങ്ങ് എങ്ങനെയാണ് മറികടന്നത്? സർ, പ്രതിസന്ധികൾ മുന്നിൽ വരുമ്പോൾ അക്ഷോഭ്യമായി അതിനെ നേരിടുന്ന അങ്ങയുടെ സമചിത്തതയെ എല്ലാവരും പ്രത്യേകം നോക്കിക്കാണുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറ അതുകൊണ്ട് അങ്ങയെ ഒരു റോൾ മോഡലായി തന്നെ ആ വിഷയത്തിൽ കണ്ടുകൊണ്ടാണ് അവരുടെ ആശങ്ക. ഒരു വിശദമായ ഉത്തരം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര വിശദമായി പോയാൽ അത് വളരെ കൂടുതലായി പോകും. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട നിങ്ങൾ ജീവിച്ചിരുന്ന പോലുള്ള ഒരു കാലത്തല്ല എൻ്റെ ചെറുപ്പകാലം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും അച്ഛനമ്മമാരായാലും ചുറ്റുപാടുള്ളവരായാലും എല്ലാം നിങ്ങളുടെ പഠിത്തത്തെ വലിയ തോതിൽ പിന്താങ്ങുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ താല്പര്യമെടുത്ത് നിങ്ങളെ കൂടെ നിൽക്കുകയായിരിക്കും അച്ഛനും അമ്മയൊക്കെ. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ രീതി. ഇരിക്കും ചോദിച്ചാലിരിക്കും. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ചുറ്റുപാടും അങ്ങനെ പഠനത്തെ പിന്താങ്ങാൻ പറ്റുന്ന അധികം ആളുകളില്ല. ആ പഴയ തലമുറ എന്ന് പറയുന്നതിൽ ആ തരത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചവർ തന്നെ വളരെ കുറവാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിനാവശ്യമായ പിന്തുണ ലഭിക്കുക എന്നുള്ളത് അന്ന് അത്ര പ്രായോഗികമല്ല. അതാണ് ഒരവസ്ഥ. പിന്നെ അങ്ങനെയൊരു വിദ്യാഭ്യാസത്തിൻ്റേതായ പിൻബലമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ പിറക്കുന്നത്. എൻ്റെ അച്ഛനൊരു ചെത്തുതൊഴിലാളിയാണ്. അമ്മ സാധാരണ വീട്ടു തൊഴിലും പിന്നെ കാർഷിക വൃത്തിയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു നാടൻ സ്ത്രീയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധാരണ ഒരു കുടുംബം ഒരു 5ാം തരം പഠനം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വരികയാണ്. അപ്പോൾ വളരെ വിശദമായി പോകണോ? പറയണം സർ, കുട്ടികൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇനി പഠിക്കണ്ട, എന്താ പഠിച്ചിട്ട് എന്താ കാര്യം? ഇനി അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈ ബീഡി കെട്ടുണ്ട്. ബീഡി തിരച്ചിട്ട് ഒരാൾ ബീഡി തിരക്കും, അത് കെട്ടിക്കൊടുക്കും കുട്ടി മുന്നിലിരുന്നിട്ട്. അപ്പോൾ ബീഡി കെട്ടാൻ പോയാൽ മതി എന്നായി. അപ്പോൾ എന്നെ പഠിപ്പിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകൻ അദ്ദേഹം എൻ്റെ അമ്മയെ വിളിപ്പിച്ചു. ഈ കുട്ടി തുറന്ന് പഠിക്കണം കേട്ടോ, പഠിക്കുന്നിടത്തും വരെ പഠിക്കണം, അതുകൊണ്ട് തുറന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നാലും മറ്റേ സമ്മർദ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കിട്ടിയത്. അപ്പോൾ ഒരു അകന്ന ബന്ധുവായ ഒരാളുടെ അടുത്ത് ചെന്നു. അയാളൊരു ബീഡിപ്പണിക്കാരനാണ്. അപ്പോൾ ഇവനെ കൂട്ടണമെന്ന് പറഞ്ഞു. അവനത്ര അതിനൊന്നും കൂട്ടാനൊന്നും ആയിട്ടില്ല, അവനും പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ മടക്കി. അപ്പോൾ നാട്ടിലെ ഒരു പ്രധാനിയായിട്ടുള്ള മറ്റൊരു ബീഡി തൊഴിലാളിയുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തായി വന്ന ഒരാളാണ് അയാൾ, രക്ഷിതാവിനെ പോലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അവനൊന്നും ഇപ്പം ജോലിക്കൊന്നും പോകണ്ട, ജോലിയല്ല പണിയാണ്, പണിക്കൊന്നും പോകണ്ട, ഇവിടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ UP സ്കൂളിലായി. UP സ്കൂളിലായപ്പോൾ അവിടെ എൻ്റെ ഒരു മലയാളം അധ്യാപകനുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കഥയാണത്. ഒരു മുൻഷി എന്നാണ് ഞങ്ങൾ വിളിക്കുക, വിദ്വാൻ വി ശങ്കരൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ നക്ഷത്രം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നക്ഷത്രം പറഞ്ഞു. ഇതായിരിക്കില്ല കേട്ടോ, എൻ്റെ അമ്മയോട് വരാൻ പറയണമെന്ന്. അങ്ങനെ അപ്പം മുൻഷി അമ്മയെ വിളിച്ചു എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലൊരു വാർത്തയാണ്. അതൊരു സംഭവമായിട്ട് മാറി. അങ്ങനെ അവിടെ അമ്മ ചെന്നു. അപ്പോൾ ചോദിച്ചു, പ്രസവ സമയം ഏതായിരുന്നു എന്ന് ചോദിച്ചു. അന്നൊന്നും ഈ കൃത്യമായിട്ട് സമയം എഴുതി വെക്കുന്ന സമയമില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ജ്യോതിഷ പണ്ഡിതനാണ്.
അദ്ദേഹം പറഞ്ഞു, നിങ്ങളീ പറയുന്നതല്ല നക്ഷത്രം, മറ്റൊരു നക്ഷത്രമാണ്. അന്ന് ഇന്ന സമയത്തേക്ക് നക്ഷത്രം കഴിഞ്ഞു, അടുത്ത നക്ഷത്രം ഇന്ന സമയത്ത് ആരംഭിക്കുകയാണ്. ഞാൻ എഴുതിത്തരാം ഇവൻ്റെ ജാതകം എന്നിട്ട് എൻ്റെ ഒരു ജാതകം എഴുതി അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നീട് എന്നിട്ട് പറഞ്ഞു, ഇവൻ എവിടെയാണോ തോക്കുന്നത് അവിടെ നിങ്ങൾ നിർത്തിക്കോ, അതേവരെ പഠിപ്പിക്കണം, ആ വാക്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതാണ് എൻ്റെ തുടർ പഠനത്തിന് ഇടയാക്കിയത്. അപ്പോൾ അന്ന് UP സ്കൂളിൽ ESLC എക്സാമിനേഷൻ ഉണ്ട്, ആദ്യത്തെ പൊതുപരീക്ഷയാണ്. ആ ESLC എക്സാമിനേഷൻ ആ സ്കൂളിൽ ഞങ്ങൾ 3 പേര് മാത്രമാണ് പാസ്സായത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ മറ്റ് പിന്തുണയൊന്നും ഈ പറഞ്ഞ ഒരു പിന്തുണയും എനിക്ക് ലഭിക്കാനില്ല കേട്ടോ. ഇതിനിടക്ക് നമ്മൾ സ്വന്തമായി പഠിച്ചു, അങ്ങനെ ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ നിലനിന്നു. കോളേജ് തുറന്നു പോകുന്നു. ഹൈസ്കൂളിൽ തിരുളശ്ശേരി ഹൈസ്കൂളിൽ ചേരുന്നു. അവിടുന്ന് പിന്നെ SLC കഴിഞ്ഞതിന് ശേഷം 1 വർഷം ഒഴിവ് വരുന്നു. അതായത് ആ SLC കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അമ്മാവൻ ഭദ്രാവതിയിലുണ്ടായിരുന്നു, അവിടെ ഞാൻ പോയിരുന്നു. വെറുതെ പോയതാണ്. പക്ഷേ തിരിച്ചെത്തുമ്പോഴേക്ക് കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. പാസ്സായി എന്ന് വിവരം കിട്ടിയപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ കോളേജ് അഡ്മിഷന് സമയം കഴിഞ്ഞു പോയി. 1 വർഷം പിന്നെ അപ്പോൾ അടുത്ത സ്ഥലത്ത് തന്നെ നെയ്ത്ത് പണിയുണ്ട്. അപ്പോൾ അവിടെ പോയി നെയ്ത്ത് പണിയെടുത്തു 1 വർഷം. അതൊരു ഗുണമായി, കുറച്ച് കാശ് അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന നില വന്നു. അങ്ങനെയാണ് PUCക്ക് ചേരുന്നത്. അന്ന് PUC ആണ്, നിങ്ങളെ പ്രീ ഡിഗ്രി അല്ല, ഇന്ന് നേരത്തെ ഉണ്ടായ പ്രീ ഡിഗ്രി അല്ല. അപ്പോൾ PUCക്ക് ചേർന്നു. ആ കോളേജ് വിദ്യാഭ്യാസ ഘട്ടത്തിൽ നല്ല പൊതുധാരണകൾ വളർന്നു വരികയാണ്. വളരുന്നതോടൊപ്പം നമ്മുടെ പൊതുധാരണയും മാറുമല്ലോ. അങ്ങനെ എനിക്കും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. വിദ്യാർത്ഥി പ്രവർത്തകനായി മാറുന്നു. കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും പ്രധാന പ്രവർത്തകരിൽ ഒരാളായിട്ട് ഞാനും മാറുന്നു. അതിൻ്റെ ഭാഗമായി ആ സംഘടനയുടെ, അന്ന് KSF ആണ് ഞാനുണ്ടായിരുന്ന സംഘടന, ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡൻ്റായും സെക്രട്ടറിയായൊക്കെ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ ചുറ്റുപാടല്ല അന്നത്തെ എൻ്റെ ചുറ്റുപാട്. രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പുറപ്പെടുമ്പോൾ ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി തരും. എൻ്റെ നാട്ടിലത് ഒറോട്ടി എന്ന് പറയും. അരി കൊണ്ടുണ്ടാക്കിയ ഒരു പലഹാരമാണ്. അപ്പോൾ ഒരു ഫയൽ ബോർഡ് പോലത്തെ ഒരു സാധനം ഞാൻ കയ്യിലെടുക്കും, ഒരു ഫയൽ, അതിനകത്ത് ഇത് വെക്കും, ഉച്ചക്ക് അത് കഴിക്കും. അത് എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല, ഇല്ലാത്ത ദിവസം ചിലപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല എന്നും വരും. അങ്ങനെയൊക്കെയുള്ളൊരു നാളുകളായിരുന്നു എൻ്റെ കോളേജ് വിദ്യാർത്ഥി ജീവിതകാലം. എന്നാൽ ആ കാലത്തും ആരുടെടുത്തും എൻ്റെ വിഷമതകൾ അങ്ങനെ പറയാറില്ല. എല്ലാവരുടെ മുന്നിലും നല്ല അഭിമാനിയായിട്ട് തന്നെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നു. അന്നാണ് ഈ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് തുടങ്ങിയത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ഒരേ ഡ്രസ്സായാലും ഒരേ നിറമായാലും. അങ്ങനെ എല്ലാമുള്ള വെല്ലുവിളികൾ നമ്മൾ അത് സാധാരണ നിലക്കങ്ങ് എടുത്താൽ മതി. നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ തെറ്റായ വഴികളിലേക്ക് നീങ്ങാതിരുന്നാൽ മതി, അത് ഏറ്റവും പ്രധാനമാണ്. എന്താണോ ഉള്ളത് അത് വെച്ച് ജീവിക്കാൻ പഠിക്കുക. അതിൻ്റെ ഭാഗമായി പിന്നീട് പൊതുരംഗത്തേക്ക് കോളേജിൽ തന്നെ മാറുകയാണ്. കോളേജിൻ്റെ ഡിഗ്രിയുടെ സെക്കൻഡ് ഇയറൊക്കെ ആകുമ്പോഴേക്ക് വലിയ തോതിലുള്ള പൊതുപ്രവർത്തകനായിട്ട് മാറുകയാണ്. അങ്ങനെയൊക്കെയാണ് 25-ാമത്തെ വയസ്സിൽ MLA ആയി വരുന്നത്. പിന്നീട് പൊതുപ്രവർത്തനമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ. നമസ്കാരം സർ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ടീം മെമ്പറായ ഹൗസ് സർജൻ ഡോക്ടർ ആൻ സെറീന വിൽസൻ്റെ കൂടെയാണ്. ഞങ്ങൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ YIP 7.0-ൻ്റെ വിന്നേഴ്സാണ്. ഞങ്ങളുടെ ഐഡിയയെക്കുറിച്ച് പറയാനാണെങ്കിൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡയബറ്റീസ് കാരണം നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ സെൻസേഷൻ കുറയുകയും അതിനെ തുടർന്നുണ്ടാകുന്ന ചെറിയ മുറിവുകൾ വലിയ അൾസറുകളായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ അൾസറുകൾ കാരണം നമ്മുടെ കാല് മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വരുന്നുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് ഈ കാലിൻ്റെ മുറിച്ച് മാറ്റുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, അങ്ങയുടെ പല പ്രസംഗങ്ങളിലും നവകേരളം എന്നുള്ളൊരു പ്രയോഗം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ YIP പോലുള്ള
പ്രോഗ്രാംസ് എങ്ങനെയാണ് നവകേരളം സൃഷ്ടിക്കുന്നതിൽ സഹായിക്കുന്നത്? നല്ല ചോദ്യമാണ്. നവകേരളം എന്നത് ഏതെങ്കിലും ഒരു രംഗത്തിൻ്റെ വികാസം മാത്രമല്ല. ഇപ്പോൾ സാധാരണ വികസനം എന്ന് പറയുമ്പോൾ ചില വ്യവസായങ്ങൾ വരിക, ആ തരത്തിലുള്ളൊരു വികസനം മാത്രമാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുക. എന്നാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ജനങ്ങളുമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവയ്ക്കെല്ലാം നല്ല രീതിയിൽ പരിഹാരങ്ങൾ കാണുക എന്നത് ഈ നവകേരളത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമാണ്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ലോകത്ത് വികസിത രാഷ്ട്രങ്ങളുണ്ട്. ആ വികസിത രാഷ്ട്രങ്ങളിലുള്ള സൗകര്യങ്ങൾ, ജീവിത സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല. എന്നാൽ നമ്മുടെ നാട് വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിനകത്ത് മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ളൊരു നാടാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളോട് പല കാര്യങ്ങളിലും കിടപിടിക്കാവുന്ന അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ കേരള മോഡൽ എന്ന ഒരു വിശേഷണം തന്നെ വന്നിരുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അതിന് വേണ്ട രീതിയിലുള്ള തുടർച്ചയുണ്ടായില്ല. ഒരിടത്ത് സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ വന്നു. പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളും വികസിപ്പിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വികസനം എന്നത് ഞങ്ങൾ പലപ്പോഴായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സർവ്വതല സ്പർശിയായ വികസനം. എന്താ സർവ്വതല സ്പർശിയായ വികസനം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എല്ലാ പ്രദേശത്തു നിന്നും വന്ന കുട്ടികളാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ പലയിടങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രധാന പട്ടണം കാണും. ആ പട്ടണമാണ് വികസിക്കുന്നത്. അവിടെയാണ് വികാസം മുഴുവൻ ഉണ്ടാകുക. അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു അനുഭവം എടുത്താൽ, ഒരു പ്രധാന പട്ടണം, ആ പട്ടണം നല്ല രീതിയിൽ വികസിച്ച് വരുന്നു. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ഒരു സൗകര്യമില്ല. ഇപ്പോൾ ഒരു ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ എം എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാൾ ഒരു ദിവസം അദ്ദേഹം നടത്തിയ ഒരു യാത്ര, ആ യാത്രയിൽ കർണാടകയുടെ ഒരു അതിർത്തിയിൽ വെച്ച് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഒരു ഗ്രാമത്തിലാണ്. അവിടെ യാതൊരുവിധ സൗകര്യങ്ങളുമില്ല. റോഡ് തന്നെ വളരെ ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ബാംഗ്ലൂർ എന്ന് പറയുന്ന പട്ടണം നല്ല രീതിയിൽ വികസിച്ചൊരു സ്ഥലമാണ്. ഇത് ഓരോ വികസിത കേന്ദ്രങ്ങളുടെയും കുറച്ചപ്പുറം ചെന്നാലുള്ള അവസ്ഥയാണ്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. എല്ലാ ഗ്രാമങ്ങളും, നമ്മളെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നഗര സ്വഭാവമുള്ളവയാണ്. മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ എല്ലാം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പട്ടണമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. അതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്ത നടപടികൾ നിങ്ങൾ നോക്കൂ. സ്കൂളുകൾ നന്നാക്കാൻ തീരുമാനിച്ചു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങൾ 5000 കോടി രൂപ ചെലവിട്ടാണ് നന്നാക്കിയത്, നവീകരിച്ചത്. അത് വെറും കെട്ടിട നവീകരണമല്ലല്ലോ. നിങ്ങൾ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമിലല്ലേ പഠിച്ചത്, ഹൈടെക് സ്കൂളിലല്ലേ പലരും പഠിച്ചത്. അങ്ങനൊരു മാറ്റം കേരളത്തിൽ വന്നില്ലേ? അത് ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിലല്ലല്ലോ, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമാണല്ലോ. നമ്മുടെ ആരോഗ്യരംഗം, പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തീരുമാനിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയല്ലോ. അത് ഏതെങ്കിലും ഒരിടത്തല്ലല്ലോ, എല്ലായിടങ്ങളിലുമാണല്ലോ. കേരളത്തിലെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇതിൻ്റെയൊക്കെ മാറ്റം എല്ലായിടങ്ങളിലുമാണല്ലോ വരുന്നത്, വ്യാപകമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം എന്താണ്? എല്ലായിടങ്ങളിലും വികസനത്തിൻ്റെ സ്പർശേൽക്കുകയാണ്. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രത്യേക വിഭാഗങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ അതിദരിദ്രരായിട്ട് ആരുമില്ല. അങ്ങനെ അതിദരിദ്രമുക്താക്കാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പല വിഭാഗങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നല്ല സമ്പന്നരുണ്ട്, അത്രത്തോളം സമ്പത്തില്ലാത്തവരുണ്ട്,
സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഈ വികസനത്തിൻ്റെ സ്വാദ് ഒരേപോലെ ലഭിക്കണമല്ലോ. അപ്പോൾ സമ്പന്ന ആൾക്കാരാണെങ്കിൽ സമ്പന്നർക്ക് മാത്രം എന്ന തരത്തിൽ വികസന സ്വാദ് കിട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അവർക്ക് സാധാരണഗതിയിൽ തന്നെ അതിനുള്ള ശേഷിയുണ്ടല്ലോ. എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ് ലഭിക്കണം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ എല്ലാ കുട്ടികളുമാണ്, ആരോഗ്യ രംഗത്ത് എല്ലാവരുമാണ്. അപ്പോൾ നാടിൻ്റെ ഭാഗമായി എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കാൻ കഴിയുകയാണ്. ഇതാണ് സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ സർവ്വതല സ്പർശിയും സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം എന്ന കാഴ്ചപ്പാടോടെയാണ് കേരളം മുന്നോട്ട് നീങ്ങിയത്. അതിന് നല്ല മാറ്റമുണ്ടായിരിക്കുന്നു. വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകണം. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ തലങ്ങളിലും വേണം. ഇപ്പോൾ ആ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ഇന്നൊവേറ്റേഴ്സ് പ്രോഗ്രാം. യങ് ഇന്നൊവേറ്റേഴ്സ് പ്രോഗ്രാം എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഇത് മാത്രമാണോ? നമ്മുടെ സംസ്ഥാനത്ത് 30ഓളം സെൻറ്റർ ഓഫ് എക്സലൻസുകളാണ് വരുന്നത്. പലതും യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നാടിൻ്റെ വലിയ മാറ്റമല്ലേ? നമ്മുടെ നാട് ഏത് തരത്തിലേക്ക് ഉദിച്ചുയരുന്നു എന്നല്ലേ കാണിക്കുന്നത്. ഇതിൻ്റെ ഫലം എന്താണ്? രാജ്യത്തിൻ്റെ പൊതുവായ അംഗീകാരം പല കാര്യങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 എന്ന നിലയിലേക്ക് പല കാര്യങ്ങളിലും കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നേടാൻ കഴിഞ്ഞത് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ്. അപ്പോൾ വികസിത കേരളം, അതാണ് നവകേരളം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് മറ്റ് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന അവസ്ഥയിലായിരിക്കും. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം, നമ്മുടെ നാട് ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. നമ്മുടെ അമ്മമാർ പ്രസവിക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകാറുണ്ടല്ലോ, നവജാത ശിശുക്കളുടെ മരണം. അത് അമേരിക്കയിൽ 5.6 1000 കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ 5.6 എന്താണ് അവിടുത്തെ കണക്ക്. നമ്മൾ ഇപ്പോൾ 5. അതായത് അമേരിക്കയെ കവച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. എല്ലാ കാര്യങ്ങളിലും കവച്ചു വെച്ചു എന്നല്ല, പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ കവച്ചു വെച്ചിരിക്കും. അതാണ് നമ്മുടെ സാമൂഹ്യ രംഗത്തെ ഇടപെടലിൻ്റെ ഭാഗം. എല്ലാവർക്കും വികസനത്തിൻ്റെ സ്വാദ്, എല്ലാ പ്രദേശങ്ങളിലും വികസനത്തിൻ്റെ സ്പർശം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം വരുന്നത്. ഇത് നമുക്ക് കൂടുതൽ വികസിപ്പിക്കാനാവണം. അതാണ് നവകേരളത്തിൻ്റെ ഉദ്ദേശം. ഇനി നമ്മുടെ ധനമന്ത്രി പറഞ്ഞാൽ പോരെ ബാക്കി കാര്യങ്ങൾ? എന്നെ പോകാൻ അനുവദിച്ചാൽ. ശരി സാർ, ഒരു ചോദ്യം കൂടി, ഒരൊറ്റ ചോദ്യം കൂടി സാർ. സാർ, അങ്ങയോടുള്ള ഒരു ചോദ്യം പേഴ്സണൽ ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചതാണ്. ഒരു കുട്ടിക്ക് ആഗ്രഹം മുഖ്യമന്ത്രിയോട് എനിക്കൊരു ചോദ്യം ചോദിക്കണം എന്നാണ്. അത് ബെർണാഡ് ജോഷിയാണ്, കണ്ണൂരിൽ നിന്ന്, കേളകത്ത് നിന്ന് വന്ന ബെർണാഡ് ജോഷിക്കാണ്. സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കണ്ണൂർ കേളകത്ത് ബെർണാഡ് ജോഷിക്ക് മുഖ്യമന്ത്രിയോട് തന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞു. നമസ്കാരം സാർ, എൻ്റെ പേര് ബെർണാഡ് ജോഷി. ഞാൻ കണ്ണൂർ ജില്ലയിലെ കേളകം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ഞാൻ YIP 8.0 വിന്നറാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 2 പേര് കൂടെ ഉണ്ട്, അഗസ്റ്റിൻ ജെയിംസ് ആൻഡ് അർണോൾഡ് ജെബേൽ ജെയ്സൺ. അപ്പം എനിക്ക് സാറിനോട് ചോദിക്കാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വരും തലമുറ നേരിടുന്ന ഏത് തരത്തിലുള്ള വികസന പ്രശ്നത്തിലാണ് അങ്ങ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്? കേരളത്തിൻ്റെ വികസന പ്രശ്നങ്ങളിലാണ് പൊതുവിൽ നിങ്ങൾ താല്പര്യം കാണിക്കുന്നത് എന്നത് നല്ല കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ചോദ്യവും. നല്ല ചോദ്യമാണ്. ഇതിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയും കൂടുതൽ വികസിക്കുക എന്നത് തന്നെയാണ് നമ്മൾ കാണുന്നൊരു കാര്യം. അത് പൊതുവെ ജനങ്ങളുടെ ജീവ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ പഠനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസം +1 +2 ആണല്ലോ നിങ്ങൾ പലരും. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ നല്ല കോഴ്സുകൾ, നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, രാജ്യത്തെ യൂണിവേഴ്സിറ്റികളുടെ കൂട്ടത്തിൽ
നല്ല അംഗീകാരം നേടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി A++ നേടിയ യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കോളേജുകൾ ആദ്യത്തെ 100-ൽ വലിയ തോതിൽ നമുക്ക് സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളുമൊക്കെ നല്ല രീതിയിൽ രാജ്യത്തെ എണ്ണപ്പെടുന്ന തരത്തിലേക്ക് മാറാൻ നമുക്ക് ഇടവന്നിട്ടുണ്ട്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുക, നല്ല രീതിയിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരിക, ആവശ്യമായ പിന്തുണ അതിനുവേണ്ടി നൽകുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ മാറ്റിമറിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കേണ്ടത് ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിലാണ്. പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന് നല്ല പഠനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നു. ആ പഠനം ഇവിടെ ഒരുക്കിയാൽ ഇന്ന് ലോകത്തെ ആകെ ഉള്ളം കയ്യിൽ കാണുന്ന കുട്ടികളാണ് നിങ്ങൾ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നല്ല കോഴ്സുകളുണ്ട്, നല്ല സ്ഥാപനങ്ങളുണ്ട്, അവിടെ പോകാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായി പലരും പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പോകുന്ന പലരും പലപ്പോഴും ശരിയായ രീതിയിലുള്ളിടത്ത് എത്തിച്ചേരുന്നില്ല. അവർ ചെന്ന് ചേരുന്ന സ്ഥാപനങ്ങൾ അത്രമാത്രം അംഗീകൃത സ്ഥാപനങ്ങളാകുന്നില്ല, യോഗ്യതയുള്ള സ്ഥാപനങ്ങളാകുന്നില്ല. അതിൻ്റേതായ വിഷമം പിന്നീട് ചെന്ന് ചേർന്നതിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലും വ്യക്തത വരുത്താനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വിദേശ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പാണ് നോർക്ക വകുപ്പ്. ഇതിനിടയിൽ നമ്മുടെ ലോക കേരള സഭ എന്നൊരു സംവിധാനം ചേർന്നിരുന്നു. അവിടെ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും മറ്റും പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയുള്ളൊരു ആപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ കടന്നാൽ എന്താണ് ആ സ്ഥാപനത്തിൻ്റെ നിലവാരമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആരും ചതിയിൽപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല. പക്ഷേ നമ്മളവിടെ പോകാനല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ അതിന് പകരമായിട്ടുള്ള നല്ല യോഗ്യതയുള്ള സ്ഥാപനങ്ങളും നല്ല രീതിയിലുള്ള കോഴ്സുകളും ഒരുക്കുക എന്നുള്ളത്, ആധുനികമായ കോഴ്സുകൾ, അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. നല്ല മാറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ജോലി എന്നത് ഇന്നത്തെ തലമുറയെ നമ്മൾ ഒരു ജോലി തേടുന്നവരാക്കി തീർക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇവിടെ ജോലി നൽകുന്നവരായിട്ട് മാറുകയാണ്. നിങ്ങൾ തന്നെ കുറച്ച് പേര് ചേർന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് രൂപം കൊടുക്കുന്നു. അപ്പോൾ തൊഴിൽ തേടുന്നതിന് പകരം തൊഴിൽ ദാതാക്കളായി മാറുന്നു. ഈ തരത്തിലേക്ക് നമ്മുടെ തലമുറ മാറുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ വ്യാവസായിക രംഗത്ത് വരുന്നു. വലിയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങൾ ഇങ്ങോട്ട് വരികയാണ്. ആ സ്ഥാപനങ്ങൾ വന്നിട്ട് ഇവിടെ ആധുനിക വ്യവസായങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ പലർക്കും, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ആ സ്ഥാപനങ്ങളിൽ തൊഴിൽ കിട്ടുന്നു. ആ സ്ഥാപനങ്ങളിലെ തൊഴിലിന് യോഗ്യത കിട്ടുമാറുള്ള കോഴ്സുകൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതത് സ്ഥാപനങ്ങളിൽ നമ്മളിപ്പോൾ ഒരുക്കുകയാണ്. വ്യവസായങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ, വ്യവസായ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോഴ്സുകൾ ഒരുക്കാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ വലിയ മാറ്റമാണ് ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റം പുതിയ കാലത്ത് ഇവിടെ തന്നെ നല്ല രീതിയിൽ തൊഴിൽ ലഭിക്കുന്നതിനിടയാക്കും. ഇതിനെല്ലാം പറ്റിയൊരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്ന് നമ്മൾ കാണണം. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്താം. നമ്മുടെ വ്യവസായ മന്ത്രി ഒരു വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രധാനികളെയും കൂട്ടി എന്നെ കാണാൻ വന്നു. അപ്പോൾ അവരൊരു വ്യവസായ സ്ഥാപനം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ വന്നവർ ആ സ്ഥാപനത്തെ പറ്റി വിശദീകരിക്കുകയാണ്. ആ സ്ഥാപനം എത്രയാണ് മുടക്കുമുതലെന്നറിയാം? 3 ലക്ഷം കോടിയിൽ പരം രൂപയാണ്. 3 ലക്ഷം കോടിയിൽ പരം രൂപയുടെ ഒരു സ്ഥാപനം കേരളത്തിൽ വരിക എന്ന് പറയുന്നത് അത് ഭയങ്കര ആശ്ചര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് കേരളത്തിലേക്ക് വരാൻ കാരണം, ഇങ്ങനെ വരണം തോന്നാൻ എന്താണ് കാരണം? അപ്പോൾ അവർ പറയാണ്, ഇവിടെ
നല്ല നിലയിലുള്ള സമാധാനം നിലനിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു ശങ്കയുമില്ലാതെ നിക്ഷേപം നടത്താം. ഒരു കമ്മ്യൂണൽ പ്രശ്നം ഇവിടെയില്ല. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. ഇതാണ് നമ്മുടെ നാട്. നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നൊരു നാട്. ഇവിടെ കുട്ടികൾ കഴിഞ്ഞ തവണ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ അപേക്ഷിച്ചത് പുറം രാജ്യങ്ങളിൽ നിന്ന് വന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇനി ആ എണ്ണം വലിയ തോതിൽ കൂടാനാണ് പോകുന്നത്. കാരണം നമ്മുടെ നാടിൻ്റെ മനോഹാരിത, പ്രകൃതി ഭംഗി, ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം, ഇവിടെ ജീവിച്ചാൽ ഇവിടെ തന്നെ ജീവിക്കണമെന്ന് കൊതിക്കുന്ന ഒരവസ്ഥ ആളുകളിലുണ്ടാകും. അവിടെയെല്ലാം നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യമായി നമുക്ക് കരുതാം. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എനിക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും.